ഫ്രണ്ട്സ്, അലീനയും അനുവിൻ്റെയും വരാനിരിക്കുന്ന സ്റ്റോറിയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ ബബിത കോളേജിൽ പോകാൻ വേണ്ടി ഇത്തിരി നേരത്തെ തന്നെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോളെ ഇന്ന് നേരത്തെ പോകുന്നതെന്ന് ചോദിക്കുക. അല്ലെ ചേച്ചി ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ, ആണോ സ്പെഷ്യൽ ക്ലാസ്സോ? ആഹാ, അല്ല ഇത് നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അല്ല ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞ് അതുകൊണ്ടാണ് പോകുന്നത് എന്നൊക്കെ പറയണം. ശരി ശരി ആയിക്കോട്ടെ, ഫുഡൊക്കെ എടുത്ത് വെച്ച് എന്ന് പറയുവാണ്. അങ്ങനെ എടുത്ത് പോകാൻ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അലീന പറയുന്നത് എല്ലാം സൂക്ഷിച്ച് പോകണം എന്നുള്ളതൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് അവൾ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോളോട് ചോദിക്കുവാണ്, ഇവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു ചോദിക്കുക. എങ്ങനെ ക്ലാസ് മനസ്സിലായില്ല ചേച്ചി എന്ന് പറയാം. അല്ല ബബിത മോൾ ഇന്ന് നേരത്തെ പോയിട്ടുണ്ട്, അപ്പോൾ അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ്. സ്പെഷ്യൽ ക്ലാസ്സോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ആഹാ, അതെങ്ങനെ ഒന്ന് അറിയണമല്ലോ. അത് സ്പെഷ്യൽ ക്ലാസ്സില്ല, ഇതിപ്പം പഴയ മറ്റേ മുടിയനുമായിട്ട് ഇതിൻ്റെ വിഷയങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവനുമായിട്ട് ഇപ്പോൾ കണക്ഷൻ ഉണ്ടോ? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനത്തെ ഒരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവളത് കേൾക്കാതെ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറയാം അതൊന്നും അറിയത്തില്ല, നമുക്ക് ചേച്ചി എന്താണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഇവള് അവളുടെ ക്ലാസ്സിൽ, അതായത് ബബിതയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കും. പറയും ഇല്ലല്ലോ, സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, നോർമൽ പോലെയാണ് ക്ലാസ് നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ശരി ഇന്ന് ക്ലാസ് ഇല്ലെന്ന് വരെ പറയുന്നുണ്ട്. അത് ശരി എന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചി നമ്മൾ സംശയിച്ച് ശരിയാ, ആ മുടിയനുമായിട്ട് കറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അവളുടെ. അപ്പോൾ ചേച്ചി ഇത് എന്തെങ്കിലും തടസ്സപ്പെടുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അത് നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഇവൾ വലിയ വലിയ വിഷയങ്ങളിലേക്ക് ചാടും എന്നുള്ളതിലേക്ക് പറയണം. ശരി ഓളെ എന്നുള്ള രീതി പറഞ്ഞ് നിൽക്കുവാണ്. അതുകൊണ്ട് നേരെ രോഹിത്തിനെ കാണാൻ പോവാണ്. അലീനയും കൃഷ്ണമോളും നേരെ രോഹിത്തിനെ കൊണ്ട് മോനെ രോഹിത്തെ ഇന്ന പോലൊരു സംഭവമുണ്ട്, അതായത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബബിത ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഒന്നുമില്ല, അവൾ മറ്റേ ആ മുടിയനുമായിട്ട് കറങ്ങാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ആണോ, അവളന്ന് ഇന്ന് ഞാൻ ശരിയാക്കിയിട്ടുള്ളൂ. അവൾ കാരണം ഞാൻ കറങ്ങുകൊണ്ട് അന്നത്തെ കാരണം ഈ വീട്ടിൽ മുഴുവൻ നാണക്കേട്, ഈ കേരളം മുഴുവൻ അറിയുന്ന രീതിയിലുള്ളൊരു വലിയ കേസാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവളും കൊണ്ടുവരുന്നുണ്ട് ഓരോ വിഷയങ്ങളായിട്ട്. ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ള അവനുമായിട്ട് കൂട്ടുകൂടരുത്. മാത്രമല്ല ഇപ്പം ഈ ഹരിയുടെ ഒക്കെ പോലുള്ളൊരു ടീം ആച്ചറക്കും. ഞാൻ അവനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവന് വലിയ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഒന്നും ഇല്ല എന്നാലും ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. ചേച്ചി എവിടെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല പറഞ്ഞില്ല, ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് നേരെ രോഹിത്ത് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. ഉടനെ ബാലചന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, എവിടെ പോയതാണെന്ന് ചോദിക്കും. അത് അച്ഛാ അവൻ എന്തോ കൂട്ടുകാരനെ കാണാൻ പോയതാന്ന് പറഞ്ഞു. ആണോ, വേറെ വിഷയമൊന്നും ഇല്ല മോളെന്ന് ചോദിച്ചു. വേറെ വിഷയമൊന്നും ഇല്ല അച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് ബബിതയും മറ്റേ അമലുമാണ് ഹോട്ടൽ റൂമിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് പറയും, എടാ അമലെ ഇത് വേണ്ട, നമുക്ക് ശരിയാകത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ മാസമാണ് പീരിയഡ്സ് ആയിട്ടില്ല, എനിക്ക് ചെറിയ സംശയമുണ്ട്, എനിക്ക് പേടിയുണ്ട്. ഒന്നാമത്തെ കാര്യം രോഹിതായിട്ടും കാരണം വീട്ടിൽ ഭയങ്കര വിഷയമാണ്. കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരാഴ്ച ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഇനിയിപ്പം ഈ വിഷയം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. കാരണം എനിക്ക് പീരിയഡ്സ് ആയില്ല, അതെന്തെങ്കിലും ഒന്ന് അതിൻ്റെ കാര്യത്തിലൊന്ന് തീരുമാനമാക്കിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല അടി, നമ്മളെപ്പോഴും സേഫ്റ്റി ഉപയോഗിച്ചിട്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എടാ നിൻ്റെ സേഫ്റ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പീരിയഡ്സ് ആകാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? നീ അതൊന്നും അന്വേഷിക്കാത്ത തന്നെ, കാരണം നീ അതിനെക്കുറിച്ചൊരു വറീഡ് ആകാത്ത തന്നെ. എപ്പോഴും ഇത് മാത്രം എന്നുള്ള രീതിയിൽ എപ്പോഴും ഹോട്ടൽ എടുക്കുക, റൂം എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ കാര്യം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പിന്നെ വിഷയമില്ലെന്ന് നോക്കാം. നീ വിളിച്ചെടുത്ത് എത്ര അടുത്ത് ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ പീരിയഡ്സ് ആകാത്തതുകൊണ്ടല്ലേ ഞാൻ എടുത്ത് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും പുറത്ത് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിഷയം ഉണ്ടാവില്ല അവളുടെ വീട്ടിൽ തന്നെ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്ത് വന്നിട്ട് ഈ അമൽ എന്ന് പറഞ്ഞാൽ ഇത് മുടിയൻ്റെ ഒരു കൂട്ടാനെ കണ്ടിട്ട് പറയും, എടാ ഇന്ന പോലെ ചെറിയൊരു ആവശ്യമുണ്ട്, എൻ്റെ പെങ്ങളെ വീട്ടിലില്ല, നിൻ്റെ കൂട്ടുകാരൂടെ ഉണ്ടോ എന്നറിയണം, അവൻ എവിടെയാണെന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും പറയാം, ആളെ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, എടാ ഞാനിവിടെ ഹോട്ടലിലുണ്ടാ, അവളും ഉണ്ട്, ഞങ്ങളുണ്ട് നിൽക്കാമെന്ന് പറയാം. ശരിയടാ ഞാൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ മറ്റവൻ പറയുന്നുണ്ട്. ഇത് കേട്ട വാതി കേൾക്കാതെ അടുത്ത രോഹിത് അവിടെ നിന്ന് വരുവാണ്. എന്നിട്ട് നേരെ വന്നിട്ട് റിസപ്ഷൻ ചോദിക്കും, ഇന്ന പോലെ ഈ 2 വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിക്കും. ഫോട്ടോ കാണിക്കും. അപ്പോൾ റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് നേരെ റൂമിൽ കയറി വന്നിട്ട് കഥ ഡോറ് ബെല്ലടിച്ച് തുറന്ന് കഴിയുമ്പോഴത്തെ അമല തുറന്ന പാതി ചെവിക്കലെടുത്ത് അടിച്ച് അങ്ങോട്ട് ഇട്ട് അവനെ ശരിക്കും
ശരിക്കും ഇട്ടടിക്കും. ശരിക്കും ഇടിച്ച് അവനെ ഇടിച്ച് മൂലയിൽ കിടത്തുവാണ് നമ്മളെ. നിനക്കൊക്കെ നാണമില്ലടാ, നിങ്ങളുടെ പെങ്ങളും പറഞ്ഞിട്ടല്ല, നിങ്ങൾ എൻ്റെ പെങ്ങളെ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റൂമല്ലടാ എടുക്കണ്ട, വീട്ടിൽ വന്ന് ചോദിക്കണം. മാത്രമല്ല അവൾക്ക് എന്നെ വയസ്സുണ്ട്, 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല, നീ ഇപ്പോൾ തോന്നിയ ഇവിടെ കടന്ന് കാണിക്കുവാണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടിച്ച് അവനെ കൂട്ടിയിട്ട് നേരെ ഊട്ടി വന്നിട്ട് ഒറ്റ അടി അടിക്കുകയാണ് നമ്മുടെ ബബീതയുടെ ചെവിക്കലെടുത്ത്. എന്നിട്ട് വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അവിടെ മൂക്ക് മുഴുവൻ ചോരയും അത് ഇതൊക്കെ ആയിട്ട് നമ്മുടെ അമൽ കിടക്കുകയാണ്. ഉടനെ അവളെ വിളിച്ചോണ്ട് വലിച്ചുകൊണ്ട് പോയിട്ട് റിസപ്ഷനിൽ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോഴത്തേക്ക് റിസപ്ഷനിലെ ആളിനോട് ചോദിക്കുന്നുണ്ട്, എടാ തന്നെ പോലീസ് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ, 18 ആകാത്ത പെണ്ണുങ്ങൾക്ക് റൂം കൊടുക്കാനുള്ളത് ഒരു റൈറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും. നീ അത് എന്ത് രീതിയിൽ, നിനക്ക് കാശ് മാത്രം മതിയില്ലടാ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞ് നേരെ വലിച്ചഴിച്ചുകൊണ്ട് പോകണം. നേരെ വലിച്ചഴിച്ചുകൊണ്ട് പോയിട്ട് നേരെ കൈതക്കൽ ചെന്ന് വീട്ടിനകത്ത് കയറിയിട്ട്, അപ്പം നീ അവിടെ പോയതാ. അപ്പം ഈ അലീനയും കൃഷ്ണമോളും പറഞ്ഞിട്ടാണല്ലോ ഇവൾ പോയത്, ഇവൻ വിളിക്കാൻ പോയത്. അപ്പോൾ ആ വിഷയത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് അപ്പം പെട്ടെന്ന് തന്നെ പുറത്താരും കേൾക്കാതിരിക്കും നേരെ ചെന്ന് കഥ ലോക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട്, ചേച്ചി ഇവൾ കാണിച്ചു കണ്ടോ എന്ന് ചോദിക്കും. എന്താ മോളെ, എന്താ ബബിത മോളെ, നിനക്ക് ക്ലാസ് ഇല്ലേ, ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്, ഇതിനെ പറ്റി ഇന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബബിത അറിയാത്തത്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബബിതയ്ക്ക് ഇവളോട് ദേഷ്യം തോന്നും. അതുകൊണ്ട് അങ്ങനെ ദേഷ്യം തോന്നുകൊണ്ട് പെട്ടെന്ന് ബബിത പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് അത് ഒന്നും അറിയാത്ത രീതിയിലാണ് ചോദിക്കുന്നത്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് അലീനയും കൃഷ്ണമോളും ചോദിക്കുന്നത്. എന്താ ചേച്ചി പോയിട്ട് വന്നെന്നുള്ള കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട്. അതുപോലെ അലീനയും ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ മോളെ നീ ഇപ്പോൾ ക്ലാസ് ഇല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രോഹിത് പറയണേ, ഇവളാ മുടിയനുമായിട്ട് ഹോട്ടലിലായിരുന്നു, ഇവൾ കാണിക്കുന്ന പരിപാടി കണ്ടോ എന്നുള്ള ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വൈജ ഇതെന്നെ കേട്ടോണ്ടിരിക്കും. വൈജ ചാടി ഇറങ്ങിയിട്ട് എന്താ ഈ പറയുന്നത്, വൈജ എന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് രോഹിത് പറയുകയാണ്, ഇവിടെ ഒരാളാണെങ്കിൽ തന്തയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങിപ്പോവും, കാരണം പുള്ളിക്കാരന് ബിസിനസ്സുണ്ട്, അതിന് തിരക്കുണ്ട്, കാര്യങ്ങളൊന്നും വെക്കാം. വേറെ തള്ളയുണ്ട്, തള്ളയുടെ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് അവരുടെ നാട്ടിലെ കാര്യം മാത്രം പറയും, പിടിവാശിയും വൈരാഗ്യവും അവർ പിടിച്ച കാര്യങ്ങളൊക്കെ നേടണം, അവർ പറയുന്ന പോലെയല്ല മറ്റുള്ളവരെ അനുസരിക്കണം എന്നൊക്കെ മാത്രമുള്ള, ഞങ്ങളെ കാണാനും ഞങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും, മക്കളെങ്ങനെ പോകുന്നു, മക്കളെ നല്ല രീതിയിലാണോ പോകുന്നത്, ചീത്ത രീതിയിലാണോ പോകുന്നത്, ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, അവർക്ക് അവരുടെ നാട്ടിലെ രീതിയിലാണ്. നീ എന്താടാ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വായിച്ച് ചാടിക്കയറുകയാണ്. നിങ്ങളെ തന്നെ പറയും, നിങ്ങൾ കാരണം കൊണ്ടാണ് ഈ മക്കളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞാനും ഒരു വലിയ രീതിയിലൊരു വിഷയം ഉണ്ടാക്കി നിൽക്കുകയല്ലേ, എന്നെ ഗുണദോഷിക്കാനോ അല്ല ഈ ബബിതയെ ഗുണദോഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ എന്താ കാര്യം നടന്നത്, ചേച്ചി ഇന്ന പോലെയാണ് അവൾ റൂമിലെടുത്ത് മറ്റ് വിഷയങ്ങളായെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല ചേച്ചി ഞങ്ങൾ വേറെ ഒന്നും നടന്നിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് പോയതേ ഉള്ളൂ, ഞാൻ അവനോട് പറയുകയും ചെയ്തത് എന്നാ ഇങ്ങനെയുള്ള റൂമൊന്നും എടുക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങാം, നമുക്ക് ഇനി കല്യാണമൊക്കെ പെട്ടെന്ന് ആലോചിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രോഹിത് പറഞ്ഞു, എടി അവൻ നല്ലവനല്ലടി, നല്ലവനാണെന്നുണ്ടെങ്കിൽ റൂം എടുക്കത്തില്ല, അവൻ നല്ലവനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം അത് നീ ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് നിനക്ക് ഒരു നല്ലൊരു ജോലിയൊക്കെ ആയിക്കഴിയുമ്പോൾ നിനക്ക് അവനെ വിളിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ വന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കാം. ഇതങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് ഏത് രീതിയിലുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രോഹിത് അവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പോട്ടെ എന്ന് പറഞ്ഞ് അലീനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകണം. ആരെ വിളിച്ചിട്ടുണ്ട്, ബബിതയെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകണം. അങ്ങനെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും, എന്താടി മോളെ, നീ എന്താ നിനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുക. ചേച്ചി ഞാൻ അവനെ സ്നേഹിച്ച് പോയില്ലേ ചേച്ചി, അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് വൈജി ഇത് കേട്ടോ അത് ഓടി വന്നിട്ട് പറയും, എൻ്റെ മോളെയൊക്കെ ഇങ്ങനെ ഈ 6 മാസമായിട്ട് ഇങ്ങനെ വിഷയം ഉണ്ടായിട്ടുള്ള നീ കാരണം കൊണ്ടാടി, നീ വന്ന അന്ന് മുതൽ വിഷയം തുടങ്ങിയതാണെന്ന് പറയുമ്പോഴത്തേക്ക് ബബിത ചാടിക്കയറി പറയുകയാണ്, അമ്മ എന്തിട്ട് അറിഞ്ഞിട്ട് പറയാം, ഞാനും അവനുമായിട്ട് റിലേഷൻ തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ട്, അമ്മയ്ക്ക് ഇതൊന്നും അന്വേഷിക്കണല്ലോ, അമ്മയ്ക്ക് നമ്മളെ നാട് ജോലി കാര്യങ്ങളോട് വന്നിട്ട് ഞാനും എൻ്റെ റിലേഷൻ തുടങ്ങി 1.5 വർഷമായി, ബബിത ചേച്ചിന് അനിൽ ചേച്ചിന് എന്തിനാ കുറ്റം പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അത് ചാടി കഴിയുമ്പോഴത്തേക്ക്, അടി നീ കാരണം കൊണ്ടാണ് എൻ്റെ കുടുംബം എല്ലാം നശിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അലീന പോവുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് അലീന റൂമിൽ ചെന്ന് ബബിതയുടെ റൂമിൽ ചെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്, മോളെ എടി ഞാൻ നിന്നെ ഇന്നലെ അടിച്ചായിരുന്നു, ക്ഷമിക്കണം, കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് ആങ്ങളൊക്കെയാണ് സഹിച്ച് നിൽക്കാൻ പറ്റുന്നത്, നീ അത് ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പോഴത്തേക്ക്, ചേട്ടാ കുഴപ്പമൊന്നുമില്ല ചേട്ടാ, ചേട്ടൻ എന്താ അതിന് എനിക്ക് വിഷമങ്ങളൊന്നും ഇല്ലെന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എടുത്തു പറയാണ്, ചേട്ടാ അതെല്ലാം വിട്ട് കളഞ്ഞ് ഞാനിനി അങ്ങനെ പോകത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, എടി നീയും ഒന്ന് കൺട്രോൾ ചെയ്യണം, കാരണം ഞാൻ കാരണം കൊണ്ട് അച്ഛനും
വീട്ടുകാർക്കും നിങ്ങൾക്കൊക്കെ നിനക്ക് നീ പോലും കോളേജിൽ പോകാതിരുന്നില്ലേ, അതുകൊണ്ട് പറയുക ഇനി മേലെ ഇങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യരുത്. അതുപോലെ നിൻ്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അച്ഛന് ഒരു പ്രാവശ്യം ആക്സിഡൻ്റ് ഉണ്ട് അമ്മയുടെ കാരണം കൊണ്ട്, അത് കഴിഞ്ഞ് ഞാൻ കാരണം കൊണ്ട് അച്ഛന് ആക്സിഡൻ്റ് ഉണ്ട്, ഇനി നീയും കൂടെ കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ ജീവനോടെ കാണത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടിയിൽ നിന്ന് പോകരുത്. ഞാനിപ്പോൾ ആങ്ങളെയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും ഇഷ്ടങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. അപ്പം ഇത് മാറി നിന്നൊക്കെ ആ കാണുന്നതല്ല ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. കാരണം എൻ്റെ മകൻ ഇത്രയും പാകുതിയും മച്യൂരിറ്റിയോടെ രീതിയിൽ എല്ലാ കാര്യങ്ങളും പെങ്ങന്മാരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രാപ്തി എത്തിയല്ലോ എന്നുള്ളടത്തിട്ട് കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് തന്നെ നേരെ അപ്പുറത്തോട്ട് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബബിതനെ വിളിക്കുകയാണ്. അലീനെ വിളിക്കുകയാണ് ബബിത. ചേച്ചി എൻ്റെ റൂമിലോട്ടൊന്ന് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ മോളെ ചോദിക്കുക. ചേച്ചി കാല് വീണിട്ട് പറയും, ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയും. എന്നാന്ന് പറയും, ചേച്ചി ആരോടും പറയരുത്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ മാസം പീരിയഡ്സ് ആയില്ല, ഞാൻ പലവട്ടം അവനുമായിട്ടും ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇനി എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല, ഈ മാസം പീരിയഡ്സ് ഒന്നും ആയിട്ടില്ല, ഞാൻ പിന്നെ അതിൻ്റെ കിറ്റൊക്കെ മേടിച്ചൊന്ന് ചെക്ക് ചെയ്യാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അലീന നിന്ന് കരയുക, പൊട്ടിക്കരഞ്ഞ് അങ്ങോട്ട് വീഴുക, കട്ടിലെ വീഴുക. ഉടനെ ഭവിത പറയുവാണ്, ചേച്ചിയും ഇങ്ങനെ തളർന്നാൽ എങ്ങനെ, എന്നെ സമാധാനിപ്പിക്കേണ്ട ചേച്ചി ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, മോളെ ഒന്നാമത്തെ കാര്യം വീട് മുഴുവനും പ്രശ്നമാണ്, അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കുന്നുണ്ട്, ഏതൊക്കെയാലും നീ യൂറിൻ എടുത്തുകൊണ്ട് വന്ന് പറയാം. യൂറിൻ എടുത്തുകൊണ്ട് വന്ന് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ദൈവഭാഗ്യം എന്ന് പറയട്ടെ നെഗറ്റീവാണ് റിസൾട്ട് വന്നത്. പറയാം അയ്യോ ചേച്ചി ഞാനോടുത്ത് ഇത് വല്ല പ്രശ്നം ഉണ്ടാകുമെന്ന് ഓർത്തിട്ടാണ് പറഞ്ഞത്, അല്ല നിനക്ക് വല്ല PCOD എല്ലാം കാണും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആകാത്ത, പക്ഷേ ഇനി മേലെ നീ അങ്ങനെ ചെയ്യരുത്, നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും നിനക്ക് നിൻ്റെ ആഗ്രഹങ്ങൾ പറയാനും ഇവിടെ ആങ്ങളയുണ്ട്, അതുപോലെ ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, എല്ലാവരും ഉണ്ട്, നിൻ്റെ അപ്പനും ഉണ്ട്, എല്ലാം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അമ്മ മാത്രമല്ല സപ്പോർട്ട് ചെയ്തത്, ബാക്കി എല്ലാവരും നിനക്ക് സപ്പോർട്ടല്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരി ചേച്ചി ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്നൊരു സീനിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം. ഈ വരാനിരിക്കുന്ന വിശേഷങ്ങളെല്ലാം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. അതിനാൽ ഇന്നത്തെ വീഡിയോ വിട പറയുന്നു. നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.